നമസ്കാരം. അപ്പോൾ നമ്മുടെ കീം 2024 ഫേസ് 3 രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെ വൈകിട്ട് സെപ്റ്റംബർ 2 വൈകിട്ടാണ് അതിൻ്റെ ഡെഡ് ലൈൻ. ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ടെൻഷനാണ്. ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ പോലെത്തോ, ഈ കോഴ്സിന് ഈ കോളേജിൽ എന്തായിരിക്കും ലാസ്റ്റ് റാങ്ക്? ഒരുപാട് പേരുടെ മെയിൻ ചോദ്യം അതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു ട്രെൻഡൊക്കെ അനലൈസ് ചെയ്തിട്ട്. പിന്നെയും എല്ലാവർക്കും ഇത് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമോ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ലാസ്റ്റ് റാങ്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡും കുറച്ച് കാര്യങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കൊരു ഹൈ ലെവൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് വ്യക്തതയോടു കൂടെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഗസ് വർക്കൊക്കെ കുറേ ലോജിക്കൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു വ്യൂ മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഒരു ധാരണ ഈ മെഡിക്കൽ 2ഉം ഇതൊക്കെ കഴിഞ്ഞ് വന്ന് സ്പോർട്ടും സെൻട്രലൈസ്ഡൊക്കെ ആകുമ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷത്തെ എക്സാക്ട്ലി അത് എത്തില്ലെങ്കിൽ ഒരുമാതിരി ആ റേഞ്ചിലേക്കൊക്കെ വരും തന്നെയാണ് നമ്മുടെ ഒരു ഗസ്. പക്ഷേ ഞാൻ വീണ്ടും മറ്റൊരു രീതിയിൽ ഇതിനെ കാണാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. നമുക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് ലാസ്റ്റ് റാങ്ക് ട്രെൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ? രണ്ട് കാര്യങ്ങളുള്ളൂ, വളരെ സിമ്പിളാണ്. ഒന്ന് സപ്ലൈ, ഡിമാൻഡ്. സപ്ലൈയും ഡിമാൻഡ് അനുസരിച്ചാണ് ഇതിൻ്റെ സംഭവങ്ങൾ മാറിമറിയുക. നിങ്ങൾ എക്കണോമിക്സിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സീറ്റ്സ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ സീറ്റുകളിൽ വ്യത്യാസം വരുമ്പോൾ, അത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യുന്നതായിരിക്കാം, ഒരേ കോഴ്സ് തന്നെ സീറ്റുകൾ കൂട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ കോളേജുകൾ നിർത്തലാക്കുന്നതായിരിക്കാം. അതാണ് സപ്ലൈയുടെ കുറച്ച് മാറ്റങ്ങൾ സാധാരണ വർഷങ്ങളിൽ തമ്മിൽ വരാറുള്ളത്. അതുപോലെ തന്നെ ഡിമാൻഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിമാൻഡിൽ മാറ്റം വരാനായിട്ട് സാധ്യത? നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഒരു കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, കുറച്ച് പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അവർക്ക് സാധ്യതകൾ കൂടും. പക്ഷേ ഒരുപാട് പേര് ഉണ്ടെങ്കിൽ ഡിമാൻഡ് കൂടിയെന്നർത്ഥം. അതുപോലെ തന്നെ ഓരോ വർഷങ്ങളിൽ ചില വർഷങ്ങളിൽ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിന് ഡിമാൻഡ് കൂടും. മാർക്കറ്റ് സിറ്റുവേഷൻ ആയിരിക്കും, പെർസെപ്ഷൻ ആയിരിക്കും, വാട്ടവർ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിമാൻഡ് കൂടുമ്പോൾ ഈ വീണ്ടും ലാസ്റ്റ് റാങ്കുകൾ തമ്മിൽ മാറ്റം വരും. ഇതാണ് ബ്രോഡ് ലെവലിൽ രണ്ട് കാര്യങ്ങൾ ലാസ്റ്റ് റാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി ഈ വർഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്ലൈയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് നോക്കാം. ഞാൻ ഏകദേശം ഒരു ഇത് കൃത്യമായിട്ടൊരു നമ്പർ അല്ല കേട്ടോ, അപ്രോക്സിമേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ സീറ്റുകളുടെ എണ്ണം ഓരോ കോളേജിന് അഗെയിൻസ്റ്റ് ആയിട്ട് പരിശോധിച്ചാൽ ഏകദേശം 3000 സീറ്റുകളുടെ വ്യത്യാസം ഓൺ ദ ഹയർ സൈഡ് ഈ വർഷമുണ്ട്. അതായത് സപ്ലൈ കുറച്ച് കൂടുതലാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കോളേജുകളിൽ നല്ല കോഴ്സുകൾ ആഡ് ചെയ്താൽ അപ്പോൾ ഡിമാൻഡ് ആ കോഴ്സിന് കൂടും. അപ്പോൾ അതിന് ഉദാഹരണം പറയേണ്ടത് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് CET തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഫേസ് 2 അലോട്ട്മെൻറ്റിൻ്റെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അവിടെ ലാസ്റ്റ് റാങ്ക് 1800 ക്ലോസ് ആയി ഈ ബ്രാഞ്ച്. കഴിഞ്ഞ വർഷം ഇത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഫേസ് 3 പുതിയ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI CT ആണ് ഇതിൻ്റെ കോഡ്. അതിപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഫേസ് 3 നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഇത് 60 സീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സപ്ലൈ കൂടുകയും അതുപോലെ തന്നെ വൈവിധ്യങ്ങളാർന്ന ബ്രാഞ്ചുകൾ പല കോളേജുകളിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാം സപ്ലൈ ഇത്തവണ കൂടിയിട്ടുണ്ട്. അത് സംശയമില്ലാത്ത കേസാണ്. ഇനി അതുപോലെ തന്നെ ഒരു പുതിയ കോഴ്സ്, കഴിഞ്ഞ വർഷം ഇല്ലാത്തൊരു പുതിയ കോഴ്സ് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് നമ്മുടെ GC തൃശ്ശൂർ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഫേസുകളിൽ തന്നെ നോട്ട് ചെയ്തു. അത് 7000 റാങ്ക് വരെ പോയി, അത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഈ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് റാങ്കിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും ഓവറോൾ. ഓക്കെ, ഇനി ഡിമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഏകദേശം ഒരു 150 മുതൽ 200 കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ടോപ്പ് 10,000 റാങ്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ റാങ്ക് റേഞ്ചും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 കുട്ടികളുടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ മുമ്പുള്ളൊരു കട്ട് എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ജൂലൈ 27 അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് വരാം. അതാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വർഷം കൂടുതൽ കുട്ടികൾ പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണുന്നുണ്ട്. അത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്, ഗസ് അല്ല. ഇനിയിപ്പോൾ ഡിമാൻഡിൽ മറ്റുള്ള കാര്യങ്ങൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ബ്രാഞ്ചുകൾക്ക് ഇത്തവണ ഡിമാൻഡ് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഈവൻ TKM കൊല്ലത്ത് ഈ ബ്രാഞ്ച് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിനേക്കാളും ഒരുപാട് മുകളിലായിട്ടാണ് ഇപ്പോൾ അത് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ബ്രാഞ്ചിന് ആ കോളേജിൽ ഡിമാൻഡ് കൂടി വരുന്നു. അതുപോലെ തന്നെ CT എന്ന് പറഞ്ഞ ബ്രാഞ്ച്
CY എന്ന് പറഞ്ഞ ബ്രാഞ്ച്, AD എന്ന് പറഞ്ഞ ബ്രാഞ്ച്, ഇതൊക്കെ സൈബർ സെക്യൂരിറ്റി, പിന്നെ AD നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ഇതെല്ലാം മുത്തൂറ്റ് എന്ന് പറഞ്ഞ കോളേജിൽ കുറച്ച് ഡിമാൻഡ് കൂടുന്നുണ്ട്. ഞാൻ ഡിമാൻഡ് കൂടുന്നുണ്ടെന്ന് പറയാൻ കാരണം ലാസ്റ്റ് റാങ്ക് ഈ വർഷത്തെ ട്രെൻഡ് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ലാസ്റ്റ് റാങ്ക് ഹയറിലേക്ക് പോകുന്ന പറഞ്ഞാൽ കുട്ടികൾക്ക് അതിനോട് ഓപ്ഷൻസ് ഫില്ല് ചെയ്തപ്പോൾ പല കുട്ടികളും ഇത് റിലേറ്റീവ്ലി ഹയർ ഓപ്ഷനായിട്ട് വെച്ചതുകൊണ്ടാണ് ലാസ്റ്റ് റാങ്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് നമ്മുടെ മോഡലിൽ ഡിമാൻഡ് കുറച്ച് കൂടുന്നതായിട്ട് കണ്ടു. പിന്നെ മെക്കാനിക്കൽ ബ്രാഞ്ചുകൾക്ക് ഇത്തവണ ഒരുമാതിരിപ്പെട്ട TKM, ബാർട്ടൺ ഹിൽ, കോഴിക്കോട് മോഡൽ, ഇവിടെയൊക്കെ മെക്കാനിക്കലിൻ്റെ ലാസ്റ്റ് റാങ്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. റിലേറ്റീവ്ലി ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഡിമാൻഡ് കുറവുള്ള സംഭവങ്ങൾ, ഇപ്പോൾ CL at SCT തിരുവനന്തപുരം, അവിടെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ, ഞാൻ ഡിമാൻഡ് വീണ്ടും ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് റാങ്കിന്. അപ്പോൾ കുട്ടികളുടെ ഒരു പ്രയോറിറ്റിയിലും മാറ്റങ്ങൾ ചെറുതായിട്ട് നമ്മൾ ചില ബ്രാഞ്ചുകളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോൾ CS at രാജഗിരി, അവിടെ ഞാൻ ലാസ്റ്റ് റാങ്ക് താഴ്ത്തിക്ക് പോയത് വളരെ ശ്രദ്ധിച്ചു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ EL കൊല്ലത്ത് വരുന്നപ്പോഴും അല്ലെങ്കിൽ വേറെ ബ്രാഞ്ചുകൾ കുട്ടികൾ ഹൈ പ്രയോറിറ്റി വന്നപ്പോൾ ഇതൊരു പക്ഷേ താഴത്തേക്ക് പോയതായിരിക്കാം, അല്ലാണ്ട് CS വേണ്ട എന്നല്ല അർത്ഥം. പക്ഷേ റിലേറ്റീവ്ലി ഓപ്ഷൻസ് തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ കാരണം കൊണ്ട് ഈ പറഞ്ഞ ബ്രാഞ്ചുകൾ, ഇപ്പോൾ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ RITയിൽ കുറഞ്ഞിട്ടുണ്ട്. CS at ചെങ്ങന്നൂർ, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ കമ്പ്യൂട്ടർ സയൻസിന് റാങ്ക് താഴ്ത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടു. IT at രാജഗിരി. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തിട്ടും കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ട് ഓപ്ഷൻസ് വെക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേനേക്കാളും വ്യത്യാസമായിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ഈ സം ഓഫ് ദ ട്രെൻഡ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് ഡിമാൻഡിൻ്റെ ഒരു ചേഞ്ചസ് ആണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരു പക്ഷേ നല്ല ഫെമിലിയർ ആയിരിക്കും. ഞാനിത് വീണ്ടും ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ 2023 അപ്പർ പാർട്ടിൽ കാണുന്ന 2023 സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസും സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ, ഞാൻ പറയുന്ന പോലെ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷനാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷനാണ് നിങ്ങളോട് കാണുന്നത്. 2024 താഴെ ഈ ബോക്സിലാണ്. ഇതിൽ വീണ്ടും പല ഫേസുകൾ ഏത് തീയതിയിൽ സംഭവിച്ചു, മെഡിക്കൽ എപ്പോൾ സംഭവിച്ചു, കഴിഞ്ഞ വർഷം മെഡിക്കൽ എപ്പോൾ സംഭവിക്കുന്നു, ഈ വർഷം, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 29 മെഡിക്കൽ ഫേസ് 1 സംഭവിച്ചത്. അതിന് ശേഷമാണ് നമ്മുടെ സെപ്റ്റംബർ 5 എഞ്ചിനീയറിംഗിൻ്റെ ഫേസ് 3 വരാൻ പോകുന്നത്. സെപ്റ്റംബർ 13 മെഡിക്കൽ ഫേസ് 2 വരുന്നത്. അത് പക്ഷേ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 28 തന്നെ ഫേസ് 2 വന്നതിന് ശേഷമാണ് എഞ്ചിനീയറിംഗ് ഫേസ് 3 വന്നത്. അപ്പോൾ നമ്മളിതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു കമ്പയർ ചെയ്യാനായിട്ട് ബേസ് ഉണ്ടല്ലോ, അതായത് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടൊരു കമ്പാരിസൺ ഇതാണ്. ഏത്? കഴിഞ്ഞ വർഷത്തെ ഫേസ് 1, അതായത് മെഡിക്കൽ ഫേസ് 1 മുമ്പുള്ള എഞ്ചിനീയറിംഗ് ഫേസ് 1 ഈ വർഷത്തെ മെഡിക്കൽ ഫേസ് 1 മുമ്പുള്ള എഞ്ചിനീയറിംഗ് ഫേസ് 2, ഇത് തമ്മിലാണ് നമുക്ക് കുറച്ചെങ്കിലും കമ്പയർ. ഇനി നമുക്ക് ലാസ്റ്റ് റാങ്കിൻ്റെ ട്രെൻഡ്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ അടുത്ത വശത്ത് നോക്കിക്കോ. അതായത് ഇത് കോളേജിൻ്റെ കോഡ്, ഇത് കോഴ്സിൻ്റെ കോഡ്. ഇത് കഴിഞ്ഞ വർഷം മെഡിക്കൽ ഫേസ് 1 മുമ്പ് വന്ന എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് വിച്ച് ഈസ് ഫേസ് 1 2023. ഇത് ഇത്തവണ മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മുമ്പ് വന്ന ഫേസ് 2 എഞ്ചിനീയറിംഗിൻ്റെയാണ്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫേസ് 1 ലാസ്റ്റ് റാങ്കും ഈ വർഷത്തെ ഫേസ് 2 ലാസ്റ്റ് റാങ്കും തമ്മിൽ ഒരു 800, ഞാൻ ഒരു കുറച്ചും കൂടെ നമ്പർ കൂട്ടി, 800-ൽ കൂടുതൽ വ്യത്യാസമുള്ള ബ്രാഞ്ചുകൾ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ബ്രാഞ്ചും കോളേജും കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി, ഇപ്പോൾ CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റ സയൻസ്, നമ്മുടെ MA കോളേജ് കോതമംഗലത്ത്. കഴിഞ്ഞ വർഷം മെഡിക്കൽ അലോട്ട്മെൻറ്റ് 1 വരുന്നതിന് മുമ്പ് തന്നെ 3000 ക്ലോസ് ചെയ്ത് ഇത്തവണ അത് 3800 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത് എന്ന് സാരം. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗസ് തന്നെ ആയിരിക്കും. കുട്ടികൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ സ്റ്റേജ് ഓഫ് ഫേസ് 3 ലാസ്റ്റ് റാങ്കും ഈ വർഷത്തെ ഫേസ് 3 ഓഫ് ലാസ്റ്റ് റാങ്കും വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കുറേ കൂടെ താഴത്തേക്ക് ഈ സംഭവം പോയിട്ട് കുറച്ചും കൂടെ കുട്ടികൾക്ക് സാധ്യതകൾ ഇത്തവണ കൂടുതലാണ് എന്ന് സാരം. ഓക്കെ, അതൊരു ഗസ് വർക്ക് വിത്ത് ഡാറ്റയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിറകിലെ ലോജിക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ ആ ബ്രാഞ്ചും കോമ്പിനേഷൻ ഫിൽട്ടർ ചെയ്തേക്കാണ്, ഇവിടെ കാണില്ല നിങ്ങൾ. അതുകൊണ്ട് അത് നിങ്ങളപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ച് കോമ്പിനേഷൻ കണ്ടില്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അതൊന്നില്ലെങ്കിൽ ട്രെൻഡ് ഗോയിങ് അപ്പാണ്, അല്ലെങ്കിൽ അത് ഫ്ലാറ്റായിട്ട് നിൽക്കുമെന്നർത്ഥം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെറുതെ ജസ്റ്റ് നോക്കാട്ടോ. ഇത് അല്ലെങ്കിൽ കുറച്ച് നേരം ഇതിനെ പോസ് ചെയ്ത് വെച്ച് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഈ ബ്രാഞ്ച് കോളേജ് കോമ്പിനേഷൻസിലാണ് നല്ല നല്ല വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത്. ചില കേസിലൊക്കെ ഇവൻ 2000-ന് മീതെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ലുക്ക് ഹിയർ, നമ്മുടെ ഫേസ് 1 2023 മെഡിക്കലിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം രാജഗിരിയിൽ 7155 എന്ത് പോയി, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് പോയി. ഇത്തവണ അത് 9852 വരെ ഈ മെഡിക്കലിന് മുമ്പ് തന്നെ പോയി എന്നർത്ഥം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ബ്രാഞ്ചിനോട് ഒരുപക്ഷെ ഓപ്ഷൻ വയ്ക്കുമ്പോൾ കുട്ടികൾ കുറച്ച് താഴ്ത്തി വെച്ചിരുന്നിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ചില കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് TKM അതുപോലെ വേറെ കുറച്ച് ബ്രാഞ്ചുകളോട് കുറച്ച് അഫിനിറ്റി വന്നപ്പോൾ അവരത് കയറ്റി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാരണം. പക്ഷേ ട്രെൻഡ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായി, ഇതിലിപ്പോൾ ഒരു 5000 ഒന്നും വലിയ വ്യത്യാസമൊന്നും ഈ റാങ്ക് ലെവലിൽ വരില്ല. കാരണം ചെറിയ റാങ്കുകളാണ്. താഴത്തേക്ക് പോകുമ്പോൾ 5000 6000 ഒക്കെ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കണ്ട ഇപ്പോൾ ഇത് പറഞ്ഞ് ഭയങ്കര വലിയ വ്യത്യാസമല്ല. ചിലത് വളരെ ഉദാഹരണം ബയോ കെമിക്കൽ ആൻഡ് ബയോ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു ഒരു ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ SCT. കഴിഞ്ഞ വർഷം 9000 ഒരു ഏകദേശം 10000 പോയി 3000 താഴത്തേക്ക് പോകുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്പർ ഓഫ് സീറ്റ്സ് കൂടുതലുള്ള കോളേജ് ബ്രാഞ്ച് കോഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മോഡലിലൊക്കെ, ഇത് മോഡൽ ഇതിൽ വരുന്നില്ല, മോഡലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് 150 സീറ്റാണ്. അപ്പോൾ അവിടെ വേരിയേഷൻസ് വളരെ കുറയും. അതേസമയം 30 സീറ്റ് 40 സീറ്റുള്ള ഇതുകളാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റാങ്കുകൾ തന്നെ, അതായത് ആ കോഴ്സിലേക്ക് ഒരു പക്ഷേ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഒരു 3000 റാങ്കുകാരൻ കഴിഞ്ഞിട്ട് അടുത്ത റാങ്ക് ചിലപ്പോൾ നമ്മൾ കാണുന്നത് 3800 ഒക്കെ ആയിരിക്കും. അപ്പോൾ 800 വെച്ചിട്ട് ചിലപ്പോൾ ടക്ക് എന്ന് പറഞ്ഞൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് നോക്കുമ്പോൾ അതും കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. പക്ഷേ എന്നിരുന്നാലും ട്രെൻഡ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ സെറ്റ് ഓഫ്. ഞാൻ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് സോർട്ട് ചെയ്താണ് കേട്ടോ. അതായത് ഈ ഫേസ് 2 ലാസ്റ്റ് റാങ്ക് വെച്ചാണ് സോർട്ട് ചെയ്താണ്. അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തേക്ക് പോകുന്നു. പിന്നെ വീണ്ടും നിങ്ങൾ ഇവിടുന്ന് വായിക്കണം. കണ്ടില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പറയണം. പക്ഷേ ഇതാണ് ഏകദേശം ഒരു ട്രെൻഡ്. ഓക്കെ, ഞാൻ 2-3 സ്ലൈഡുകൾ ഒരുപാട് കോളേജ് കോമ്പിനേഷൻ ഉണ്ട്. കണ്ടത് ഇവിടം വരെ പോയിട്ടുണ്ട്. മറ്റേ 32,000 ഞാൻ ഫുള്ള് 42,000 50,000 പോയിട്ടില്ല. പക്ഷേ ഇതൊരു സംഭവമാണ്. ഇനി നമ്മൾ വീണ്ടും അപ്വേർഡ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ്, അതായത് നെഗറ്റീവ് സൈഡിൽ ചേഞ്ച് വരാം. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, ഈ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ലോഞ്ച് ചെയ്ത കാരണം കൊണ്ട് അത്ര കുട്ടികൾ അതിലേക്ക് ചാടി കയറി പിടിച്ചില്ല. പക്ഷേ പിന്നെ ഒരു പക്ഷേ അവർ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്ത് സിലബസൊക്കെ നോക്കി കുട്ടികളോടൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയാൽ നമുക്ക് ഹയർ ഓപ്ഷൻ ഇത് വെക്കാം. അതുകൊണ്ട് കണ്ടില്ലേ 5700 വരെ പോയത് ഇപ്പോൾ ഇത് 3700 കയറി വന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കിട്ടാൻ ഒരു പക്ഷേ ഇത്തിരി ലാസ്റ്റ് റാങ്ക് മുകളിലേക്ക് വരികയും അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ബ്രാഞ്ചുകളായിരിക്കാം ഒരു പക്ഷേ ഇത് എക്സാക്ട്ലി വന്നുകൊള്ളുന്നില്ല. പക്ഷേ ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വ്യത്യാസങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ മുത്തൂറ്റിൽ സൈബർ സെക്യൂരിറ്റി കോഴ്സ് അത് കഴിഞ്ഞ വർഷം 14,000 അടുത്ത് വരെ പോയപ്പോൾ അതിപ്പോൾ തന്നെ അത് 10,000 ക്ലോസ് ആയി. അപ്പോൾ അത് ചില സ്ഥലത്ത് നമുക്ക് ആ ട്രെൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വലിയ വ്യത്യാസങ്ങളുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിസാറ്റിൽ ഇത്തവണ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 10,000 ഇപ്പോൾ 10,000. അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു റീസണബിൾ കമ്പാരിസൺ ആയിരിക്കും. വലിയ വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഇത് ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകളാണ് പറയുന്നത്, അല്ലാതെ വേറെ കാറ്റഗറി എല്ലാം സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകളാണ് കേട്ടോ. കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. ഒരു പക്ഷേ സ്റ്റേറ്റ് മെറിറ്റ് ഇത് ആ ഡിമാൻഡ് കാറ്റഗറി ചിലപ്പോൾ അത് ഫോളോ ചെയ്യും എന്നുള്ള സംഭവം നമുക്ക് ഒരു ഡിറൈവ് ചെയ്യാം. വീണ്ടും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടാ മുത്തൂറ്റിൽ കഴിഞ്ഞ വർഷം 12,000 വരെ പോയിരുന്നു. പക്ഷേ ഇത് 8,500 ഇത്തവണ ക്ലോസ് ആയി. മുത്തൂറ്റിൽ ഇലക്ട്രോണിക്സിന് പെട്ടെന്ന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. മനസ്സിലായി? മെക്കാനിക്കലിന് TKM ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ മെക്കാനിക്കൽ പല സ്ഥലത്തും കണ്ടില്ലേ, ഇത് KK എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, മെയ്സ്, മോഡൽ, ഇവിടെയൊക്കെ മെക്കാനിക്കലിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും അടുത്ത റാങ്ക് റേഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏകദേശം ഒരു ധാരണ കിട്ടുമെന്ന് മാത്രം. മുഴുവനും ഇതങ്ങനെ നിങ്ങൾ അങ്ങനെ ഫുള്ളായിട്ട് എടുക്കേണ്ട. പക്ഷേ ഇതൊരു ട്രെൻഡ് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 800 അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നിരിക്കുന്നതാണ് നമ്മൾ അപ്പ് ഓർ ഡൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ 800 ഇടയിൽ, അതായത് -800 +800 ഇടയിലുള്ള ഇനി ഇത് ഫേസ് 3 വരുമ്പോഴേക്കും ഈ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ലെവൽ ഞാൻ മുമ്പത്തെ ആ പിക്ചറിൽ കാണിച്ചല്ലോ, അത് പഴയ ലെവലിലേക്ക് ഏകദേശം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ കാണിക്കുന്ന ബ്രാഞ്ചുകളിൽ വലിയ വ്യത്യാസങ്ങൾ ലാസ്റ്റ് റാങ്കിൽ വരില്ല എന്നാണ് ഏകദേശം ഒരു ഊഹം. അത് കാരണം ഇതാണ്, നമ്മൾ പറഞ്ഞു 200 കുട്ടികളുടെ വ്യത്യാസം കൊണ്ടാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. പക്ഷേ അത് ഒരു പക്ഷേ മെഡിക്കലൊക്കെ കഴിഞ്ഞ് ബാലൻസായി പോവുകയാണെങ്കിൽ നെറ്റ് ഞാൻ ടോപ്പ് റാങ്കുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നു. ടോപ്പ് റാങ്കിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ വരാൻ വഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ കോളേജ് കോമ്പിനേഷൻസ് ഭയങ്കര വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷേ
ഈ കുട്ടികളുടെ എണ്ണം അവിടെ റിമെയിൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓവർലാപ്പ് ഇത്തവണ നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്തിട്ട് ഇത്തവണ മെഡിക്കൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഫേസ് വന്നിരിക്കുന്നവർ ഫേസ് 2 ഹോൾഡ് ചെയ്ത് വെച്ചൊരു 164 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ റിപ്പീറ്റേഴ്സൊക്കെ കൊഴിഞ്ഞു പോകാം. ഫേസ് 2 ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കണം, ഫുൾ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ ജോയിൻ ചെയ്യില്ല. അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ വർഷത്തെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രാഞ്ചുകളും കോഴ്സുകളിലും വലിയ വ്യത്യാസം കാണിക്കും. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ തന്നെയാണ്, 150-200 പേര് കൂടുതൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ എന്തായാലും കാണിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ CET തിരുവനന്തപുരം കഴിഞ്ഞ വർഷം ഫേസ് കൊണ്ട് 271 വായ്പ 530 വരെ എത്തിയിട്ടുണ്ട്. അത് മെഡിക്കലിന് മുമ്പ് തന്നെ 2 സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ക്യാച്ചപ്പ് ഇപ്പോൾ ടോപ്പ് റാങ്കിലുള്ള കുട്ടികളൊക്കെ മെഡിക്കലിന് കുറച്ച് പേര് അവിടെ ഉണ്ടാവും. പിന്നെ റിപ്പീറ്റേഴ്സ് NIT IIT ടീംസൊക്കെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അവരൊക്കെ ഫേസ് 2 ഒന്നും ചേരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഭയങ്കര വലിയ വ്യത്യാസങ്ങൾ വരാൻ വഴിയില്ല. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ. പക്ഷേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാവുന്നുള്ളൂ, മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ജസ്റ്റ് ഒരു ട്രെൻഡ് അനാലിസിസിൻ്റെ നിങ്ങൾക്ക് ഒരു ഹൈ ലെവൽ നോക്കാവുന്ന കേസുള്ളൂ. നെറ്റ് നമ്മുടെ ആ പിക്ചർ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. കഴിഞ്ഞ വർഷത്തെ പാർട്ടിസിപ്പേഷൻ, ഈ വർഷത്തെ പാർട്ടിസിപ്പേഷൻ കൂടുകയാണെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളായിരിക്കും വരിക. പക്ഷേ പ്ലസ് ആൻഡ് മൈനസ് കാണിച്ചു കൊടുത്ത് വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ നമ്മളിപ്പോൾ വെരി ഹൈ ലെവൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു ലെവലിലേക്ക് വരാനായിട്ട് ഹൈ ലെവൽ നമുക്ക് പറയാം പാർട്ടിസിപ്പേഷൻ സെയിം ആണെങ്കിൽ. പക്ഷേ ഓരോ ബ്രാഞ്ചുകളിലും ഓരോ കോളേജുകളിലും ഇത് ഈ ട്രെൻഡ് വ്യത്യാസങ്ങൾ നോക്കിയിട്ട് വേണം നമ്മളതിനെ അനലൈസ് ചെയ്യാനായിട്ട് എന്നൊരു ചെറിയൊരു ഫൈൻഡിങ് ഞാൻ ഇന്ന് കുറച്ച് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു ജീവൻ മരണ പോരാട്ടമല്ല. നിങ്ങൾ ഓൾമോസ്റ്റ് അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഫേസ് 3 ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന അലോട്ട്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലാതെ ട്രെൻഡ് അനലൈസ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അത് പറഞ്ഞ് നമുക്കിനി നോക്കാം സിഇയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഇനി അവർ ചെയ്യാൻ പോകുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് ഇനി സ്പോട്ടുകൾ, സെൻട്രലൈസ് സ്പോട്ടുകൾ എപ്പോഴാണ്, മെഡിക്കലിൻ്റെ സെക്കൻഡും തേർഡും വരുമ്പോൾ ഇമ്പാക്റ്റുകൾ എത്ര, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സംഭവങ്ങളാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.